ലൈവ്സ്റ്റോക്ക് മാനേജ്മെന്റ് തേർഡ് മൊഡ്യൂൾ 9th ചാപ്റ്ററിലെ മാനേജ്മെന്റ് ഓഫ് ഡോഗ്സ് ആൻഡ് കാറ്റ്സ് ഫസ്റ്റ് പാർട്ടിൽ ഡോഗ് ബ്രീഡ്സിനെ കുറിച്ചും റെസ്ട്രെയിനുകളെ കുറിച്ചും ഹെൽത്തി പപ്പ് സെലക്ഷനെ കുറിച്ചുമെല്ലാം നമ്മൾ പഠിച്ചു. തുടർന്നു വരുന്ന ഭാഗങ്ങൾ ഈ സ്ലൈഡിലൂടെ നമുക്ക് പരിചയപ്പെടാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രൂമിംഗ് എന്താണെന്നാണ്. Grooming refers to hygienic care and cleaning of dogs as well as a process by which dog's physical appearance is enhanced for shows or other types of competition. അതായത് ശുചിത്വത്തോടെയുള്ള പരിപാലനവും വൃത്തിയാക്കലും എന്നതാണ് ഗ്രൂമിംഗ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടാതെ ഡോഗ് ഷോസിനും മത്സരങ്ങൾക്കുമായി നായയുടെ ബാഹ്യരൂപത്തിന്റെ ഭംഗി കൂട്ടുക എന്ന ഉദ്ദേശവും ഇതിലൂടെ നിറവേറണം. നായ്ക്കളെ ഇത്തരത്തിൽ പരിപാലിച്ചെടുക്കുന്ന വ്യക്തികളെ ഡോഗ് ഗ്രൂമർ എന്ന് വിളിക്കുന്നു. നായ്ക്കളുടെ ആയുസ് കൂടുന്നതിനും ആരോഗ്യത്തിനും ഗ്രൂമിംഗ് വളരെ ആവശ്യമാണ്. നായയുടെ ബ്രീഡ്, ഏജ് ആൻഡ് ഹെൽത്ത് എന്നിവയെ ആശ്രയിച്ച് എത്രമാത്രം ഫ്രീക്വന്റ് ആയി ഗ്രൂമിംഗ് വേണം എന്ന് തീരുമാനിക്കാം. താഴത്തെ പിക്ചർ കണ്ടോ? പൂഡിൽ എന്ന നായയെ ഗ്രൂം ചെയ്തതിനു ശേഷമുള്ള പടമാണിത്. ഈ നായ്ക്കൾ സാധാരണ നായ്ക്കളെ പോലെ രോമം കൊഴിക്കുന്നില്ല. അതിനാൽ എല്ലാ 6 മുതൽ 8 ആഴ്ചയുടെ ഇടയിലും അവയ്ക്ക് ഗ്രൂമിംഗ് ആവശ്യമായി വരുന്നു. ഗ്രൂമിങ്ങിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ: 1. കറി ബ്രഷ് അല്ലെങ്കിൽ കറി കോംബ്. നടുവിലുള്ള പിക്ചർ ശ്രദ്ധിക്കുക. ചെറിയ പല്ലുകളോട് കൂടിയ റബ്ബർ കൊണ്ടോ പ്ലാസ്റ്റിക് കൊണ്ടോ ഉള്ള ഒരു ബ്രഷാണിത്. കറി കോമ്പിന്റെ ഉപയോഗങ്ങൾ: നായ്ക്കളുടെ ഹെയർ കോട്ടിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കുകളോ കൊഴിഞ്ഞ രോമങ്ങൾ എന്നിവ കളയാനായി ഉപയോഗിക്കുന്നു. തൊലിക്കടിയിലെ രക്തചംക്രമണം കൂട്ടി നാച്ചുറൽ ഓയിൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഇവ സഹായിക്കുന്നു. അടുത്തതായി ഷെഡിംഗ് ബ്ലേഡ്. ചെറുതും മൂർച്ചയില്ലാത്തതുമായ പല്ലുകളോട് കൂടിയ ഒരു ബ്ലേഡ് ആണിത്. പരുപരുത്ത ഹെയർ കോട്ടുള്ള ബ്ലേഡുകളിൽ ഡെഡ് ഹെയർ റിമൂവ് ചെയ്യാനായി ഇവ ഉപയോഗിക്കുന്നു. രോമം മുറിക്കാനായി ഇതുകൊണ്ട് സാധിക്കില്ല. സിസേഴ്സ് ആൻഡ് ക്ലിപ്പേഴ്സ്. ഹെയർ കോട്ടിന്റെ നീളം കുറയ്ക്കാനോ കട്ട് ചെയ്ത് കളയാനോ ഇവ ഉപയോഗിക്കുന്നു. സ്ലിക്കർ ബ്രഷ്. ഹെയർ കോട്ടിൽ സ്മൂത്ത് ആക്കി എടുക്കുന്നതിന്, കട്ടപിടിച്ച രോമങ്ങൾ കളയുന്നതിന് എന്നിവയ്ക്കാണ് ഈ ബ്രഷ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക്, ഫീഡിംഗ് ഓഫ് ഡോഗ്സ്. ഡോഗിനായി പ്രത്യേകം ഭക്ഷണം കൊടുക്കാതെ വീട്ടുകാർക്കായി തയ്യാറാക്കുന്ന ഭക്ഷണം തന്നെ ഡോഗിന് നൽകുന്നതാണ് നല്ലത്. പപ്പിന് കൊടുക്കേണ്ട ഭക്ഷണങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. 6 മുതൽ 8 ആഴ്ച പ്രായമാകുമ്പോൾ തള്ളപ്പട്ടിയിൽ നിന്ന് കുഞ്ഞിനെ അടർത്തി മാറ്റാം. ഇങ്ങനെ അമ്മയെയും കുഞ്ഞിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന പ്രക്രിയയ്ക്ക് വീനിങ് എന്നാണ് പറയുക എന്ന് നമ്മൾക്കറിയാമല്ലോ. വീൻ ചെയ്ത പപ്പിന് കൊടുക്കാൻ സാധിക്കുന്ന ഒരു മിൽക്ക് ഫോർമുല: കൗ മിൽക്ക് 250 ml, എഗ് യോക്ക് 1, ഗ്ലൂക്കോസ് ½ ടീസ്പൂൺ. ഇവയെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഫ്രീക്വന്റ് ആയി പപ്പിന് നൽകണം. അമ്മയിൽ നിന്ന് മാറ്റിയ പട്ടിക്കുട്ടികൾ ആദ്യത്തെ 2-3 ദിവസം എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കും. ഇത് വിശന്നിട്ടാണെന്ന് കരുതി ഓവറായി ഭക്ഷണം നൽകിയാൽ ഇൻഡൈജഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പാൽ കൂടാതെ റസ്ക്, ഫ്രഷ് ബ്രെഡ്, ഡോഗ് ബിസ്ക്കറ്റ് എന്നിവയും പപ്പിന്റെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. 3 മാസത്തിന് ശേഷം സാവധാനം അവയെ നോർമൽ ഫുഡിലോട്ട് കൊണ്ടുവരാം. ഫീഡിംഗ് ഫ്രീക്വൻസി. ചെറിയ കുട്ടികൾക്ക് കൂടുതൽ സമയവും പ്രായമാകും തോറും ഫീഡിങ്ങിന്റെ ഫ്രീക്വൻസി കുറച്ചു കൊണ്ടുവരികയും ചെയ്യാം. അതായത് 1 മുതൽ 2 മാസം വരെ 6 തവണയും 2 മുതൽ 3 മാസം വരെ 5 തവണയും 3 മുതൽ 4 മാസം വരെ 4 തവണയും 4 മുതൽ 5 മാസം വരെ 3 തവണയും 5 മുതൽ 7 മാസം വരെ 2 തവണയും പപ്സിന് ഭക്ഷണം കൊടുക്കണം. എന്നാൽ അഡൾട്ട് ഡോഗിന് ദിവസത്തിൽ 1 നേരം മാത്രം പൂർണ്ണമായ ആഹാരം കൊടുത്താൽ മതി. ഇനി പപ്സിനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ:
കുഞ്ഞുങ്ങൾക്ക് വിറ്റമിൻസും മിനറൽസും വീനിങ്ങിന് മുമ്പേ തന്നെ കൊടുത്തു തുടങ്ങണം. അവയ്ക്ക് ചവയ്ക്കാനോ കടിക്കാനോ വേണ്ടി വലിയ എല്ലുകൾ നൽകാം. ഇത് കാൽസ്യത്തിന്റെയും ഫോസ്ഫറസിന്റെയും നല്ല ഒരു സോഴ്സ് ആണ്. ഇത് കൂടാതെ പല്ലുകൾ വൃത്തിയായിരിക്കുന്നതിനും അനാവശ്യമായ ബൈറ്റിംഗ് ടെൻഡൻസികൾ ഒഴിവാക്കുന്നതിനും ഇത് സഹായിക്കുന്നു. 3 മാസത്തിന് മുമ്പ് ചോറ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ പോട്ട് ബെല്ലി അപ്പിയറൻസ്, അതായത് വയർ ചാടിയ അവസ്ഥ ഉണ്ടാവാനായി സാധ്യതയുണ്ട്. കൂടാതെ 6 മാസത്തിന് മുമ്പ് സ്ലോട്ടർ ഹൗസ് അഥവാ അറവശാലയിൽ നിന്ന് ലഭിക്കുന്ന ഡോഗ് മീറ്റ് എന്നറിയപ്പെടുന്ന മാംസം ഒരിക്കലും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കരുത്. മുതിർന്ന ഒരു നായ്ക്ക് കൊടുക്കേണ്ട ഭക്ഷണത്തിന്റെ പ്രത്യേകതകൾ: ദിവസത്തിൽ ഒരു നേരം മാത്രം ഒരു ഫുൾ മീൽ കൊടുത്താൽ മതിയാകും. ഭക്ഷണത്തിന് ശേഷം ഉറങ്ങാൻ സാധ്യതയുള്ളതിനാൽ വീട്ടുകാവലിനായി ഉപയോഗിക്കുന്ന നായ്ക്കൾക്ക് ഒരു നേരം മാത്രം, അത് ഈവനിങ്ങിൽ മാത്രം കൊടുത്താൽ മതിയാവും. ഇവയ്ക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ മിനിമം 30% മാംസം ഉണ്ടായിരിക്കണം. ബാക്കി 70% സീരിയൽസോ ബ്രെഡ്, എഗ് മുതലായ വസ്തുക്കൾ ചേർക്കാം. ചിക്കന്റെയും ഫിഷിന്റെയും എല്ലുകൾ ഒരിക്കലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തരുത്. പ്രഗ്നന്റായ നായ്ക്കൾക്ക് ഫ്രീക്വന്റ് ഫീഡിംഗ്, അതായത് ദിവസത്തിൽ 3-4 തവണ ഭക്ഷണം ആവശ്യമാണ്. അടുത്തത് ലാക്ടേറ്റിംഗ് ഡാം അഥവാ പ്രസവിച്ച് പാലൂട്ടുന്ന ബിച്ചുകൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ പ്രത്യേകതകൾ: അവയുടെ ന്യൂട്രിയൻ റിക്വയർമെന്റ്, അവയുടെ കുഞ്ഞുങ്ങളുടെ എണ്ണം, സൈസ്, ഏജ് എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. നല്ല പ്രോട്ടീൻ റിച്ച് ആയതും പെട്ടെന്ന് ദഹിക്കുന്നതുമായ ഭക്ഷണമാണ് ഇവയ്ക്ക് ആവശ്യം. ഇവയ്ക്കും ഫ്രീക്വന്റ് ഫീഡിംഗ് ആവശ്യമാണ്. പാലിലൂടെ ധാരാളം വിറ്റമിൻസും മിനറൽസും എല്ലാം നഷ്ടപ്പെടുന്നതിനാൽ എക്സ്ട്രാ വിറ്റമിൻ മിനറൽ സപ്ലിമെന്റ് ഇവയ്ക്ക് ആവശ്യമാണ്. മെയിൻ്റനൻസ് റിക്വയർമെന്റിനേക്കാൾ 3 മടങ്ങ് എക്സ്ട്രാ എനർജി ഇവയ്ക്ക് ആവശ്യമാണ്. ഇവയ്ക്ക് എത്ര പ്രോട്ടീൻ ആവശ്യമാണ് എന്ന് എങ്ങനെ കണ്ടുപിടിക്കാമെന്നറിയാമോ? അതായത് ശരീരഭാരത്തിന്റെ 10 ഗ്രാം, അതായത് 1 കിലോഗ്രാം ശരീരഭാരം ഉണ്ടെങ്കിൽ 10 ഗ്രാം പ്രോട്ടീൻ ഇവയ്ക്ക് ആവശ്യമാണ്. എത്രത്തോളം ശരീരഭാരം കൂടുന്നോ അത്രത്തോളം പ്രോട്ടീൻ റിക്വയർമെന്റും കൂടും. ഉദാഹരണത്തിന് 10 കിലോഗ്രാം ബോഡി വെയിറ്റ് ഉള്ള ഒരു ബിച്ചിന് 100 ഗ്രാം പ്രോട്ടീൻ ആവശ്യമാണ്. മനസ്സിലായല്ലോ? ഇതുകൂടാതെ അവയ്ക്ക് എപ്പോഴും ശുദ്ധമായ വെള്ളം കൊടുക്കുകയും വേണം. നെക്സ്റ്റ് ടോപ്പിക്, ബ്രീഡിംഗ് ഓഫ് ഡോഗ്സ്. ബ്രീഡുകൾക്കനുസരിച്ച് 6 മാസം മുതൽ 12 മാസം വരെയുള്ള സമയത്ത് ഇവ ആദ്യത്തെ ഹീറ്റ് കാണിക്കും. വർഷത്തിൽ 2 തവണയാണ് ഹീറ്റ് കാണിക്കുന്നത്. എന്താണ് മതിയുടെ ലക്ഷണങ്ങൾ? വൾവയുടെ വീർമത, ക്ലിയർ ഡിസ്ചാർജ് ത്രോ വൾവ. ഈ സമയത്ത് മെയിൽ ഫീമെയിൽ കോയിറ്റസ് നടക്കുകയില്ല. അടുത്തത് ക്ലിയർ ഡിസ്ചാർജ് സ്ലോലി വാട്ടറിയോ പിങ്കോ ആയി മാറുന്നു. ഇത് ഏകദേശം 8 മുതൽ 10 ദിവസം വരെ നീണ്ടു നിൽക്കും. ഈ സമയത്താണ് മെയിൽ ഫീമെയിൽ കോയിറ്റസ് നടക്കുന്നത്. ഹീറ്റ് പീരീഡ് ഏകദേശം 21 ദിവസം നീണ്ടു നിൽക്കുന്നു. കുറച്ചുകൂടെ വിശദമായി പറയുകയാണെങ്കിൽ കാനൈൻ ഈസ്ട്രസ് 4 ഡിഫറെന്റ് സ്റ്റേജസുകളായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ആദ്യത്തെ സ്റ്റേജ് പ്രോ ഈസ്ട്രസ്. ഇത് ഏകദേശം 9 ദിവസം നീണ്ടു നിൽക്കുന്നു. ഇതിൽ ബ്ലഡ് ടിഞ്ച്ഡ് ആയിട്ടുള്ളതും എന്നാൽ ക്ലിയർ ആയിട്ടുള്ളതുമായ ഡിസ്ചാർജ് ആണ് വൾവയിലൂടെ വരുന്നത്. ഈ സമയത്ത് മെയിലിനെ ഫീമെയിൽ ആക്സെപ്റ്റ് ചെയ്യുകയില്ല. രണ്ടാമത്തെ സ്റ്റേജ് ഈസ്ട്രസ് സ്റ്റേജ്. ഇതും ഏകദേശം 9 ദിവസമാണ് നീണ്ടു നിൽക്കുന്നത്. ഈ സമയത്ത് ക്ലിയർ ആയ ഡിസ്ചാർജ് സാവധാനം സ്ട്രോ കളറിലേക്കോ പിങ്ക് കളറിലേക്കോ മാറുന്നു. ഈ സമയത്താണ് മെയിൽ ഫീമെയിൽ യൂണിയൻ അഥവാ കോയിറ്റസ് നടക്കുന്നത്. അടുത്ത സ്റ്റേജ് ഡൈഈസ്ട്രസ്. ഇതാണ് 2 മാസം നീണ്ടു നിൽക്കുന്ന സ്റ്റേജ്. അതിനുശേഷം എനീസ്ട്രസ് സ്റ്റേജ് ഉണ്ട്. ഇത് നെക്സ്റ്റ് പ്രോഈസ്ട്രസ് വരെ നീണ്ടു നിൽക്കുന്നു.
1 വയസ്സിന് മുമ്പ് ഹീറ്റ് സൈൻസ് കാണിച്ചാലും 1 വയസ്സിന് ശേഷമാണ് ഡോഗ്സിനെ മേറ്റിംഗ് ചെയ്യുന്നത് ഉചിതം. ബ്ലഡി ഡിസ്ചാർജ് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം 2-3 ദിവസത്തിനകം ഇവയെ മേറ്റിംഗ് നടത്താം. അതായത് പ്രോവിസ്റ്റസ് തുടങ്ങിയതിനു ശേഷം 10 മുതൽ 13 ദിവസത്തിനുള്ളിൽ ഇവയെ മേറ്റിംഗ് ചെയ്യാം. എപ്പോഴും ഫീമെയിലിനെ മെയിലിന്റെ അടുത്തോട്ട് കൊണ്ടുവരുന്നതാണ് നല്ലത്. ജസ്റ്റേഷൻ പീരീഡ് ഗർഭകാലം 60 മുതൽ 63 ദിവസം വരെയാണ്. എന്തെല്ലാം വാക്സിൻസ് ആണ് അല്ലെങ്കിൽ എന്തെല്ലാം ഹെൽത്ത് കെയർ മെഷേഴ്സ് ആണ് ജസ്റ്റേഷനിൽ ശ്രദ്ധിക്കേണ്ടത്? മിഡ് ജസ്റ്റേഷനിൽ, അതായത് ജസ്റ്റേഷൻ പീരീഡ് ഒരു പകുതിയാകുമ്പോൾ കനൈൻ ഡിസ്റ്റംബറിനും ഹെപ്പറ്റൈറ്റിസിനും എതിരായുള്ള വാക്സിൻ നൽകണം. വേം ലോഡ് കുറയ്ക്കുന്നതിന് ഏകദേശം മിഡ് ജസ്റ്റേഷനിൽ തന്നെ ഡീവേമിംഗ് മെഡിസിൻസും നൽകാം. ഡോഗ് പ്രഗ്നന്റ് ആയോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി അൾട്രാസൗണ്ട് സ്കാനിംഗ് ചെയ്യണമെങ്കിൽ 25ാമത്തെ ദിവസം മുതൽ ചെയ്യാം. നെക്സ്റ്റ് ടോപ്പിക് വെൽപ്പിംഗ്. ഡോഗിന്റെ പ്രസവത്തെ വിളിക്കുന്ന പേരാണ് വെൽപ്പിംഗ്. വെൽപ്പിംഗ് അടുക്കുന്ന വിച്ച് കാണിക്കുന്ന ലക്ഷണങ്ങൾ. ഒന്നാമത്തെ, സ്വെല്ലിംഗ് ഓഫ് വൾവ, വൾവയുടെ ഭാഗം വീർത്തിരിക്കുന്നു. 2, ടർജിഡ് മാമറി ഗ്ലാൻഡ്സ്, മാമറി ഗ്ലാൻഡ്സ് പാല് വന്ന് വീർത്തിരിക്കും. 3, ഈ മാമറി ഗ്ലാൻഡ്സിന്റെ ടീച്ചിൽ മിൽക്ക് പ്രസന്റഡ് ആവും. നമ്മൾ സ്ക്യൂസ് ചെയ്യുന്ന സമയത്ത് പാൽ പുറത്തേക്ക് വരികയും ചെയ്യും. പ്രസവം കൂടുതൽ അടുക്കുമ്പോൾ പട്ടികൾ സേഫും കാമുമായ സ്ഥലം അന്വേഷിക്കും. പ്രസവം തുടങ്ങുമ്പോൾ യൂട്രൈൻ കൺട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയും വേദനയും റെസ്റ്റ്ലെസ്നെസ് കാണിക്കുകയും ചെയ്യും. മുരൾച്ച, ഭക്ഷണവും വെള്ളം കഴിക്കാനുള്ള വിമുഖത, വൾവൽ ഡിസ്ചാർജ് എന്നിവയെല്ലാം ഇതിന്റെ ലക്ഷണങ്ങളാണ്. ക്ലിയർ ആയിട്ടുള്ള വൾവൽ ഡിസ്ചാർജ് സാവധാനം ഗ്രീനിഷ് ആയി മാറുന്നു. ബിച്ചിന്റെ വൾവയിൽ വാട്ടർ ബാഗ് പ്രസന്റഡ് ആവുകയും ബിച്ച് സാവധാനം ഇത് കടിച്ചു പൊട്ടിക്കുകയും ചെയ്യും. അങ്ങനെ പ്രസന്റഡ് ആയ പപ്പ് പുറത്തേക്ക് വരികയും ചെയ്യും. ഒരു പപ്പ് വന്നു കഴിഞ്ഞാൽ അതിന്റെ പ്ലാസന്റയും പുറത്തേക്ക് വരുന്നു. വെൽപ്പിംഗ് കംപ്ലീറ്റ് ആവാൻ ഏകദേശം 18 മണിക്കൂർ എടുക്കും. കുറച്ചും കൂടെ വിശദമായി പറയുകയാണെങ്കിൽ വെൽപ്പിംഗിന് 3 സ്റ്റേജുകളുണ്ട്. ആദ്യത്തെ സ്റ്റേജിൽ യൂട്രൈൻ കൺട്രാക്ഷൻ ആരംഭിക്കുകയും ബിച്ചിന്റെ ഉള്ളിൽ പപ്സ് ലൈനപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഏകദേശം 12 മുതൽ 24 മണിക്കൂർ വരെയാണ് ഇതിന്റെ ദൈർഘ്യം. വജൈനയിൽ നിന്ന് വാട്ടറി ഡിസ്ചാർജ് ഈ സമയത്തേക്ക് പുറത്തോട്ട് വരും. സ്റ്റേജ് 2-ൽ പപ്പ് പുറത്തേക്ക് വരുന്നു. ഏകദേശം 2 മണിക്കൂറാണ് ഇതിന്റെ ദൈർഘ്യം. ഈ സ്റ്റേജിൽ വജൈനൽ ഡിസ്ചാർജ് റെഡ്, ഗ്രീൻ എന്നീ കളറുകളിലേക്ക് മാറുന്നു. 3-ാം സ്റ്റേജിൽ പ്ലാസന്റ പുറത്തേക്ക് വരുന്നു. സാധാരണയായി ഒരു പപ്പ് പുറത്തു വന്നതിന് ശേഷം അതിന്റെ പ്ലാസന്റ പുറത്തു വരുന്നു. ഇതിന് ഏകദേശം 15 മിനിറ്റ് ആണ് എടുക്കുന്നത്. അതിനുശേഷം അടുത്ത പപ്പ് പുറത്തേക്ക് വരികയും അതിന്റെ പ്ലാസന്റ പുറത്തേക്ക് വരികയും ചെയ്യും. ഇങ്ങനെ ഏകദേശം 18 മണിക്കൂറിനുള്ളിൽ വെൽപ്പിംഗ് പൂർത്തിയാകും. അടുത്തതായി കോമൺ ഡോഗ് ഡിസീസസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, റാബിസ്. റാബിസ് ഉണ്ടാക്കുന്നത് റാബ്ഡോ എന്ന വൈറസ് ആണ്. അതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് അഥവാ രോഗാണു അകത്ത് കടന്നതിന് ശേഷം രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നതിനുള്ള സമയം 21 മുതൽ 80 ദിവസം. 2 ഫോമിലാണ് റാബിസ് സിംറ്റംസ് കാണിക്കുന്നത്. ഫസ്റ്റ് വൺ, ഫ്യൂരിയസ് ഫോം അഥവാ മാഡ് ഡോഗ് സിൻഡ്രോം. സെക്കൻഡ് വൺ, പാരാലിറ്റിക് ഫോം അഥവാ ഡം ഫോം. ഫ്യൂരിയസ് ഫോമിൽ നായ്ക്കൾ വളരെ അഗ്രസീവും അലർട്ടുമായി കാണപ്പെടുന്നു. വെളിച്ചം കണ്ടാൽ ഇവ വളരെ ബുദ്ധിമുട്ട് കാണിക്കുന്നു. ഇതിനെ ഫോട്ടോഫോബിയ എന്നാണ് അറിയപ്പെടുന്നത്. ഓൾട്ടേർഡ് ബാർക്ക്, ത്രോട്ടിലെ മസിൽസ് എല്ലാം പാരാലിറ്റിക് ആവുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്.
മറ്റുള്ളവരെ കടിക്കാൻ ഇവയ്ക്ക് ടെൻഡൻസി കൂടുതലാണ്. ചെറിയ ശബ്ദം പോലും അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഏതു വസ്തുവിനെയും ഇവ ചൂ ചെയ്തുകൊണ്ടേയിരിക്കും. സാവധാനം മസിൽസ് എല്ലാം പാരലിറ്റിക് ആവുകയും ഇൻകോർഡിനേഷൻ സംഭവിക്കുകയും അങ്ങനെ മരണപ്പെടുകയും ചെയ്യുന്നു. പാരാലിറ്റിക് ഫോം അഥവാ ഡം ഫോം. അറ്റാക്സിയ, ത്രോട്ടിന്റെ പാരാലിസിസ്. അതുമൂലം നായ്ക്ക് ഒന്നും കഴിക്കാൻ സാധിക്കാതിരിക്കുകയും ലോവർ ജോ തൂങ്ങിക്കൊടുക്കുകയും അങ്ങനെ എപ്പോഴും സലേവേഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു. ബൈറ്റിംഗ് ടെൻഡൻസി വളരെ കുറവാണ്. പക്ഷേ ഈ പാരാലിസിസ് അഥവാ പക്ഷാഘാതം ശരീരം മുഴുവൻ വ്യാപിക്കുകയും സാവധാനം കോമയും ഡെത്തും സംഭവിക്കുകയും ചെയ്യും. കടി കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലക്ഷണങ്ങൾ പ്രകടമാക്കി കഴിഞ്ഞാൽ റാബിസിന് ട്രീറ്റ്മെന്റ് ഇല്ല. കടി കിട്ടിയ സ്ഥലം നന്നായി സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകി തുടച്ച് ടിങ്ചറൈഡിൻ അപ്ലൈ ചെയ്യുക. അതിനുശേഷം പോസ്റ്റ് എക്സ്പോഷർ ഇമ്മ്യൂണൈസേഷൻ എടുക്കേണ്ടതാണ്. റാബിസ് വരാതിരിക്കാനായി പ്രൊഫൈലാക്റ്റിക്കായി ആന്റി റാബിസ് വാക്സിൻ എടുത്താൽ മതിയാകും. വർഷത്തിൽ ഒരു തവണയെങ്കിലും ആന്റി റാബിസ് വാക്സിനേഷൻ എടുക്കേണ്ടതാണ്. കനൈൻ ഡിസ്റ്റംബർ പാരാമിക്സോ ഫാമിലിയിൽപ്പെട്ട ഒരു രോഗാണുവാണ് ഇതിന്റെ കോസേറ്റീവ് ഏജന്റ്. രോഗലക്ഷണങ്ങൾ. പ്രധാന രോഗലക്ഷണങ്ങൾ പനി, കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നുമുള്ള ഡിസ്ചാർജ്, വിശപ്പില്ലായ്മ എന്നിവയാണ്. അതിനുശേഷം സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ വൈറസ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്നു. അതിനുശേഷം ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഇൻവോളണ്ടറി ട്വിച്ചിങ് ഉണ്ടാക്കുന്നു. ഫോർഹെഡിന്റെ ഭാഗത്ത് ഈസിയായി നമുക്കിത് കാണാവുന്നതാണ്. തുടർന്ന് കാലുകളുടെ പാരാലിസിസ്, കൺവൽഷൻ എന്നിവ സംഭവിക്കുന്നു. അതിനാൽ ചൂയിങ് ഗം ഫിറ്റ്സ് എന്ന പേരിലും ഇവ അറിയപ്പെടുന്നു. എങ്ങനെ കനൈൻ ഡിസ്റ്റംബറിനെ കൺട്രോൾ ചെയ്യാം? ആന്റിബയോട്ടിക്കും സപ്പോർട്ടീവ് തെറാപ്പീസും കൊണ്ട് രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് രോഗം കുറച്ചെടുക്കാം. പ്രൊഫൈലാക്റ്റിക് വാക്സിനേഷൻ കനൈൻ ഡിസ്റ്റംബറിനുമുണ്ട്. അടുത്ത രോഗം പാർവോ വൈറൽ എൻറ്ററൈറ്റിസ്. പാർവോ വൈറസ് ഫാമിലിയിൽപ്പെട്ട ഒരു രോഗാണുവാണ് കോസേറ്റീവ് ഏജന്റ്. ഇൻക്യുബേഷൻ പീരീഡ് 5 മുതൽ 7 ദിവസം വരെയാണ്. ലക്ഷണങ്ങൾ ക്ഷീണം, വിശപ്പില്ലായ്മ, പനി, ഛർദി, ബ്ലഡി ഡയേറിയ, ഡീഹൈഡ്രേഷൻ, ഷോക്ക് ആൻഡ് ഡെത്ത്. കുഞ്ഞുങ്ങളെയാണ് ഇത് കൂടുതലായി ബാധിക്കുന്നത്. കൺട്രോൾ മെഷേഴ്സ്. ഐസൊലേഷൻ, രോഗം വന്ന മൃഗങ്ങളെ മാറ്റിയിടുക. എൻവറോൺമെന്റും ഡോഗിന്റെ കൂടും ഡീകണ്ടാമിനേഷൻ ചെയ്യുക. ഫുഡ് ബാത്ത് ഉപയോഗിക്കുക. രോഗം വരുന്നതിന് മുമ്പേ തന്നെ രോഗാവസ്ഥ തടയാൻ വേണ്ടി നമുക്ക് പ്രൊഫൈലാക്റ്റിക് വാക്സിനേഷൻ എടുക്കാവുന്നതാണ്. ഹെൽത്ത് കെയർ ഓഫ് ഡോഗ്സ്. ഡോഗ്സിന് നൽകേണ്ടുന്ന കോമൺ വാക്സിൻ: കനൈൻ ഡിസ്റ്റംബർ വാക്സിനേഷൻ, ഇൻഫെക്ഷ്യസ് കനൈൻ ഹെപ്പറ്റൈറ്റിസ് വാക്സിനേഷൻ, റാബിസ് വാക്സിനേഷൻ, ലെപ്റ്റോസ്പൈറോസിസ് വാക്സിനേഷൻ, കനൈൻ പാർവോ വൈറസ് വാക്സിനേഷൻ എന്നിവയാണ് സാധാരണയായി ഡോഗ്സിന് നൽകുന്ന വാക്സിൻസ്. ഇനി ഡീവേമിംഗ്. റൗണ്ട് വേമിനും ടേപ്പ് വേമിനും ഹുക്ക് വേമിനും വിപ്പ് വേമിനും എഗെയിൻസ്റ്റ് ആയിട്ടുള്ള മരുന്നുകൾ നമ്മൾ കൊടുക്കേണ്ടതാണ്. ആദ്യത്തെ ഡീവേമിംഗ് 8ാമത്തെ ആഴ്ച ചെയ്യണം. ഡോഗിന്റെ ഫീസിസ് പരിശോധിച്ച് ഏതു തരത്തിലുള്ള വിരയാണ് ശരീരത്തിനുള്ളത് എന്ന് മനസ്സിലാക്കി അതിന് പ്രത്യേകം ട്രീറ്റ് ചെയ്യേണ്ടതും ആവശ്യമാണ്. ഡോഗിനെ കുറിച്ചുള്ള ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. കുട്ടികൾ ചെയ്യേണ്ടുന്ന ആക്ടിവിറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. കേരളത്തിൽ കോമണായി കാണപ്പെടുന്ന ഏതെങ്കിലും കുറച്ച് ഡോഗ് ബ്രീഡ്സിന്റെ പിക്ചേഴ്സ് കളക്ട് ചെയ്യുക. അടുത്തുള്ള വെറ്റിനറി ഹോസ്പിറ്റൽ സന്ദർശിച്ച് നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ ഡോഗ്സിന് വരുന്ന രോഗങ്ങൾ എന്തെല്ലാമാണെന്ന്
ഒരു ചാർട്ട് തയ്യാറാക്കുക. നെക്സ്റ്റ് ടോപ്പിക് കാറ്റിനെ കുറിച്ചാണ്. ആദ്യമായി 2 കാറ്റ് ബ്രീഡ്സ് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ പേർഷ്യൻ കാറ്റ്സ്. ഇവയുടെ ജന്മസ്ഥലം ഇറാനാണ്. മിഡിൽ ഈസ്റ്റിൽ ഇവ ഷിറാസി അഥവാ ഷിറാസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇവയുടെ ക്യാരക്ടറിസ്റ്റിക്സ്: ഹെയർ കോട്ട്, വളരെ നീളം കൂടിയ ഗ്ലോസിയും തിക്കുമായിട്ടുള്ള രോമങ്ങളാണ് ഇവയ്ക്ക്. ചെറിയ കാലുകളാണ്. തലയാണെങ്കിലോ വൈഡ് ഹെഡാണ്. 2 ചെവികളും ദൂരെ വൈഡ് അപ്പാർട്ട് എന്നും പറയപ്പെടുന്നു. ലാർജ് ഐസ്, വലിയ കണ്ണുകളാണ് ഇവയ്ക്ക്. ചെറിയ മസിലാണ്. എനി കളേഴ്സ് ഓർ മാർക്സ് ഇവയ്ക്ക് ഉണ്ടാകാം. ഇവയുടെ ബിഹേവിയർ: വളരെ ക്വയറ്റും ജെന്റിലും ആയ പൂച്ചക്കുട്ടികളാണ് ഇവ. അപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ വീട്ടിനുള്ളിൽ വളർത്താൻ പറ്റുന്ന ഓമനത്വമുള്ള പൂച്ചക്കുഞ്ഞുങ്ങളാണ്. ഉടമസ്ഥരുമായി വളരെയധികം അടുപ്പം കാണിക്കുന്നു. സ്ട്രേഞ്ചേഴ്സ് ആയാലും വളരെ സൗഹൃദത്തോടെ പെരുമാറുന്നു. അധികം ബഹളം വയ്ക്കാതെ നല്ല വൃത്തിയുള്ള പൂച്ചകളാണ് ഇവ. ഇവയുടെ ശരീരഭാരം 6 മുതൽ 8 കിലോഗ്രാം വരെയാണ്. 14 മുതൽ 15 വയസ്സ് വരെ ഇവയ്ക്ക് ആയുസ്സുണ്ട്. നീളമുള്ള ഹെയർസ് ഉള്ളതിനാൽ ഗ്രൂമിംഗ് വളരെ ബുദ്ധിമുട്ടുമാണ്. രണ്ടാമത്തെ കാറ്റ് ബ്രീഡ് ബർമീസ്. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ള ഇവയുടെ ഡെവലപ്മെന്റ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളിലാണ് നടന്നിട്ടുള്ളത്. വളരെ കനം കുറഞ്ഞ സ്ലെൻഡർ ആയിട്ടുള്ള ബോഡിയാണ് ഇവയ്ക്ക്. ഇവയുടെ തലയുടെ ഷേപ്പ് വെഡ്ജ് ഷേപ്ഡ് ആണ്. ചെവികളാവട്ടെ വലുതും പോയിന്റഡുമാണ്. നീളമുള്ളതും ടാപ്പറിംഗുമായ മസിൽസ് ആണ് ഇവയ്ക്കുള്ളത്. വലിയ കണ്ണുകൾ. ഹെയർ കോട്ട് ആണെങ്കിൽ വളരെ ചെറുതും നല്ല സ്മൂത്ത് സാറ്റിൻ ലൈക്കുമാണ്. ഇവയുടെ കോമൺ കളർ ബ്രൗൺ ആണ്. ഇവയുടെ കോമൺ കളർ. കൂടാതെ ഇതിൽ അടയാളങ്ങളോ കുത്തുകളോ ഒന്നും ഉണ്ടായിരിക്കില്ല. ഇത്തരം കളറിനെ സാബിൾ എന്നാണ് വിളിക്കുന്നത്. ഇവയുടെ സ്വഭാവം: ഹ്യൂമൻ ഫ്രണ്ട്ലി ബ്രീഡാണ്. കളിക്കാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലുള്ള പൂച്ചകളാണിവ. എപ്പോഴും ബഹളം വെച്ച് നടക്കുന്ന സ്വഭാവമുണ്ട്. വളരെ ബുദ്ധിയുള്ള ഇനവുമാണ്. വീട്ടിൽ തനിയെ ഇരുത്തിപ്പോവാനായി സാധിക്കുകയില്ല. മനുഷ്യന്മാരുമായി ഇവർ വളരെയധികം അറ്റാച്ച്ഡ് ആണ്. ഇവയുടെ ശരീരഭാരം 3.5 മുതൽ 5 കിലോഗ്രാം വരെയാണ്. ആയുസ് 15 മുതൽ 16 വയസ്സ് വരെയും. ഹെയർ കോട്ട് വളരെ ചെറുതായതിനാൽ മെയിൻ്റനൻസ് വളരെ കുറവ് മതി. ഗ്രൂമിങ്ങും ഈസിയാണ്. Restraining of cats. One of the most difficult animal to handle. ഇവയെ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള മൃഗമാണ്. They defend by biting, scratch with their retractable claws. പെട്ടെന്ന് കടിക്കുകയും അവയുടെ റിട്രാക്റ്റബിൾ ക്ലോസ് വെച്ച് മാന്തുകയും ചെയ്യുന്നു. അതിനാൽ മുൻകാലുകളും പിൻകാലുകളും എപ്പോഴും സെക്യൂർ ചെയ്തിരിക്കേണ്ടത് ആവശ്യമാണ്. ഇവ മാനിപ്പുലേഷൻ അഥവാ ഹാൻഡ്ലിംഗ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. മനുഷ്യന്മാരുമായി അധികം ക്ലോസുമല്ല. ഗൈഡ്ലൈൻസ് ഫോർ കാറ്റ് റെസ്ട്രെയിനിങ്. ഓൾവേസ് കമ്മ്യൂണിക്കേറ്റ് ബിഫോർ പെർഫോമിംഗ് എനി പ്രൊസീജിയർ. ഏതെങ്കിലും പ്രൊസീജിയർ ചെയ്യുന്നതിന് മുമ്പ് കാറ്റുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അവ ഉടമസ്ഥരോ മറ്റുള്ളവരോ ഇവയെ ഹാൻഡിൽ ചെയ്യാനായിട്ട് അനുവദിക്കുകയില്ല. അതിനാൽ എപ്പോഴും വളരെ സോഫ്റ്റായും കാമായും പൂച്ചകളോട് പെരുമാറുക. ഏതെങ്കിലും പ്രൊസീജിയർ ചെയ്യുന്നതിന് മുമ്പ് കാറ്റുമായി സംസാരിച്ചുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. അപകടം ഇല്ലെന്ന് ഉറപ്പാക്കിയാൽ മാത്രമേ അവ ഉടമസ്ഥനായാലും അപരിചിതനായാലും അടുക്കുകയുള്ളൂ. അതിനാൽ ഇവയുടെ വിശ്വാസം പിടിച്ചു പറ്റാനായി വളരെ ജെന്റിലായും കോൺഫിഡന്റായും സംസാരിച്ചുകൊണ്ട് ഹാൻഡ്ലറിന്റെ പാം അവയ്ക്കു നേരെ നീട്ടി അവ സ്നിഫ് അഥവാ മണക്കാനായി അനുവദിക്കുക. ചിന്നിന്റെയും ചെവിയുടെയും
ബാക്ക് സൈഡിലായി പതുക്കെ തലോടി കൊടുക്കുക. സാവധാനം അതിന്റെ കൂട്ടിൽ നിന്നും പതുക്കെ പുറത്തു വരാൻ അനുവദിക്കുക. സയൻസ് ഓഫ് അജിറ്റേഷൻ. നെർവസ് അഥവാ പേടിപ്പിക്കപ്പെട്ടതായ ഒരു പൂച്ചയുടെ ലക്ഷണങ്ങൾ. അവയുടെ കണ്ണിലെ കൃഷ്ണമണി കൂടുതൽ ഡയലേറ്റഡ് ആയി കാണപ്പെടുന്നു. ചെവിയാകട്ടെ ബാക്കിലേക്ക് റൊട്ടേറ്റ് ചെയ്യപ്പെടുന്നു. വാലുകൾ ചെറുതായി ഫ്ലിക്കിംഗ് ചെയ്യുന്നു. ചില കാറ്റുകൾ ചെറിയ ഗ്രൗൾ സൗണ്ട്സ് ഉണ്ടാക്കുന്നു, മുരൾച്ചയുണ്ടാക്കുന്നു. ഹാൻഡ്ലിംഗ് ചെയ്യുമ്പോൾ കൂടുതൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കാതെ പെട്ടെന്ന് തന്നെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അവ ഓടി രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും, അതായത് ഡോറുകളും വിൻഡോകളും എല്ലാം അടച്ചിരിക്കണം. അവയെ ശാന്തമാക്കാനായി തലയിൽ പതുക്കെ തട്ടുകയും ഉഴിയുകയും ചെയ്യാം. ഒരു ടവൽ അവരുടെ മുഖത്തിടാം. ലൈറ്റുകളുടെ വെളിച്ചം കുറയ്ക്കുകയും ചെയ്യുന്നത് അവയെ കൂടുതൽ കാം ആക്കാൻ സഹായിക്കുന്നു. നെക്സ്റ്റ് ടോപ്പിക്, പിക്കിംഗ് അപ്പ് എ കാറ്റ്. ഫസ്റ്റ് മെത്തേഡ്, നാച്ചുറൽ ഹാൻഡ് ഹോൾഡ് മെത്തേഡ്. പ്ലേസ് എ ഹാൻഡ് ഓൺ ദ ടോപ്പ് ഓഫ് ദി എനിമൽ. ഒരു കൈകൊണ്ട് പൂച്ചയുടെ മുകളിൽ കൈവയ്ക്കുക. മറ്റേ കൈകൊണ്ട് സ്റ്റേണത്തിന്റെയും ചെസ്റ്റിന്റെയും അടിയിലൂടെ എതിർവശത്തേക്ക് പിടിക്കുക. മുകളിൽ വെച്ച കൈ കൊണ്ട് ചെവിയുടെ പിന്നിലെ ലൂസ് സ്കിൻ ഗ്രാസ്പ് ചെയ്യുക. സ്ക്രഫ് എന്നാണ് ഈ ഭാഗത്തെ തൊലിയെ വിളിക്കുന്ന പേര്. നെക്സ്റ്റ് മെത്തേഡ്, റാപ്പിംഗ് ഇൻ എ ടവൽ. ടവൽ ഉപയോഗിക്കുമ്പോൾ പൂച്ചയുടെ കൈകളിലെ നഖം പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ടവലിനുള്ളിൽ അവ കുടുങ്ങിയിരുന്നോളും. ഒരു ടവൽ ഉപയോഗിച്ച് പൂച്ചയുടെ ശരീരം മൊത്തം പൊതിയുക. ഏതു ഭാഗത്തിലാണോ പരിശോധനയോ ഇഞ്ചക്ഷനോ നൽകേണ്ടത് ആ ശരീരഭാഗം മാത്രം ടവലിൽ നിന്ന് പുറത്തെടുക്കുക. ഉദാഹരണത്തിന് ഇൻട്രാവീനസ് ഇഞ്ചക്ഷനോ ബ്ലഡ് വിത്ത്ഡ്രോവലോ ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു കൈ പുറത്തിടുക. അതല്ല തലയാണ് എക്സാമിൻ ചെയ്യേണ്ടതെങ്കിൽ തല ടവലിൽ നിന്ന് പുറത്തെടുക്കുക. തേർഡ് വൺ, കാറ്റ് ബാഗ്സ്. അൺകംഫർട്ടബിൾ ആയ മാനിപ്പുലേഷന് കാറ്റ് ബാഗ്സ് ആണ് നല്ലത്. പൂച്ചയെ അവയുടെ നേപ്പിൽ പിടിച്ച് പൊക്കി ഈ ബാഗിന്റെ അകത്തോട്ടിടുക. ഏത് ഭാഗമാണോ പുറത്തേക്ക് എടുക്കേണ്ടത് ആ ഭാഗം മാത്രം മാനിപ്പുലേഷന് വേണ്ടി പുറത്തേക്ക് എടുക്കുക. അടുത്തതായി പൂച്ചയുടെ ഫീഡിംഗ് ഹാബിറ്റ് ആണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഇവർ കാർണിവോറസ് എനിമൽ ആണ്. ഇവയുടെ ഭക്ഷണത്തിൽ എനിമൽ ഒറിജിൻ ആയിട്ടുള്ള പ്രോട്ടീൻ നിർബന്ധമായും ആവശ്യമാണ്. ഉദാഹരണത്തിന് കുക്ക്ഡ് മീറ്റ്, ഫിഷ്, മിൽക്ക് ഇവയെല്ലാം വളരെ കമ്പൽസറി ആണ് ഇവരുടെ ഭക്ഷണത്തിൽ. ചെറിയ അളവിൽ കുക്ക്ഡ് റൈസ്, വീറ്റ്, പൊട്ടാറ്റോസ് ഇവയെല്ലാം കൊടുക്കാം. ചെറിയ അളവിൽ പച്ചപ്പുല്ലും ഇവ കഴിക്കുന്നു. അത് ഡൈജസ്റ്റീവ് ഡിസ്റ്റർബൻസ് മാറുന്നതിനും ശരീരത്തിന്റെ അകത്ത് മുടിയുണ്ടകൾ ഉണ്ടെങ്കിൽ പോകുന്നതിനും നല്ലതാണ്. എപ്പോഴും ശുദ്ധമായ വെള്ളം കുടിക്കാൻ കൊടുക്കുകയും വേണം. ഫീഡിംഗ് ഫ്രീക്വൻസി. ചെറിയ കാറ്റ്, അതായത് 2-3 മാസം വരെയുള്ള കാറ്റുകളിൽ 4 പ്രാവശ്യം വരെ മീൽസ് കൊടുക്കാം. 3 മുതൽ 5 മാസം വരെയുള്ള പൂച്ചകളിൽ 3 മീൽസ് എങ്കിലും കൊടുക്കണം. 6 മുതൽ 8 മാസം വരെയുള്ള പൂച്ചകളിൽ ഒരു ദിവസം 2 മീൽസ് കൊടുക്കാം. അഡൾട്ടായ പൂച്ചകളിൽ ദിവസത്തിൽ 1 മീൽ മാത്രമേ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. പൂച്ചയ്ക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇവയുടെ ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റ് ഒരു അത്യാവശ്യ ഘടകമല്ല. പാങ്ക്രിയാറ്റിക് അമൈലേസ് എന്നുള്ള എൻസൈമിന്റെ ആക്ടിവിറ്റി വളരെ കുറവാണ് ഇവയ്ക്ക്. അതുകൊണ്ട് ഒരുപാട് സ്റ്റാർച്ച് ഡയറ്റ് നല്ലതല്ല. ഫൈബ്രസ് ഫുഡും ഒരുപാട് ഇവയ്ക്ക് കൊടുക്കാൻ സാധിക്കുകയില്ല. പ്രോട്ടീന്റെ റിക്വയർമെന്റ് വളരെ കൂടുതലാണ്. എനർജി റിക്വയർമെന്റ് പ്രോട്ടീനിൽ നിന്ന് ഇവ മീറ്റ് ചെയ്തോളും. അമിനോ ആസിഡ് ആർജിനിന്റെയും വൈറ്റമിൻ നിയാസിന്റെയും വളരെയധികം കൂടിയ റിക്വയർമെന്റ് ഇവയ്ക്ക് ആവശ്യമുണ്ട്. സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ് ആയ ടോറിൻ ഇവയ്ക്ക് ഡയറ്ററി എസെൻഷ്യൽ ആണ്. ഇവ സാധാരണ ഫിഷിൽ നിന്ന് ഇവയ്ക്ക് ലഭിക്കുന്നു. എന്നാൽ
ടോറിൻ ഈസ് ആബ്സെന്റ് ഇൻ പ്ലാന്റ് പ്രോട്ടീൻ. പൂച്ചയ്ക്ക് ബീറ്റ കരോട്ടിനെ വിറ്റമിൻ എ ആയി കൺവേർട്ട് ചെയ്യാൻ സാധ്യമല്ലാത്തതിനാൽ വിറ്റമിൻ എയുടെ റിക്വയർമെന്റും കൂടുതലാണ്. എന്നാൽ വിറ്റമിൻ ഡിയുടെ റിക്വയർമെന്റ് ഇല്ല. അവ ഭക്ഷണത്തിൽ കൂടെ കൊടുക്കേണ്ട ആവശ്യവുമില്ല. അടുത്തതായി ഫെലൈൻ പാൻലൂക്കോപീനിയ വൈറസ് എന്ന രോഗാണുവിനെ കുറിച്ച് പഠിക്കാം. ഈ രോഗാണു ഉണ്ടാക്കുന്ന രോഗത്തിന് പല പേരുകളുണ്ട്. ഫെലൈൻ ഇൻഫെക്ഷ്യസ് എൻറ്ററൈറ്റിസ്, ഫെലൈൻ ഡിസ്റ്റംബർ, കാറ്റ് പ്ലേഗ് എന്നിവയാണവ. ഫെലൈൻ പാർവോ വൈറസ് എന്നുള്ള ഒരു വൈറസ് ആണ് ഇതിന്റെ രോഗാണു. വളരെ കണ്ടേജിയസും മരണകാരണവുമാണ് ഈ രോഗം. WBC അതായത് ശരീരത്തിലെ വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ ലൂക്കോസൈറ്റ്സ് ഇവയുടെ അളവ് ധാരാളം കുറയുന്നു. അതുകൊണ്ടാണ് പാൻലൂക്കോപീനിയ എന്ന പേർ ഈ രോഗത്തിന് വന്നിരിക്കുന്നത്. ഇവയുടെ പ്രധാന ലക്ഷണങ്ങൾ ബ്ലഡി ഡയേറിയ, സിവിയർ ഡീഹൈഡ്രേഷൻ, മാൽന്യൂട്രീഷൻ, രക്തക്കുറവ്, അവസാനം മരണം. WBC കുറവായതിനാൽ ഇവയുടെ രോഗപ്രതിരോധ ശേഷിയും കുറവാണ്. ഡിപ്രഷൻ, പനി, ഡീഹൈഡ്രേഷൻ, സെൽഫ് ബൈറ്റിംഗ് ഓഫ് ടെയിൽ ഇതെല്ലാം കോമൺ സിംറ്റം ആണ്. ഇവ വെള്ളം കുടിക്കുന്ന പാത്രത്തിൽ കയറിയിരിക്കുകയും എന്നാൽ ഒട്ടും വെള്ളം കുടിക്കാതിരിക്കുകയും ചെയ്യും. സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാവുകയും മരണം സംഭവിക്കുകയും ചെയ്യുന്നു. ഡയേറിയ വയറിളക്കം മൂലമുള്ള ഡീഹൈഡ്രേഷനും മരണത്തിനൊരു പ്രധാന കാരണമാണ്. ഈ രോഗം പകരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള എനിമൽസിന്റെ ശരീരത്തിൽ നിന്നുള്ള ഫ്ലൂയിഡുകളിൽ അതിന്റെ ഫീസിസ്, അതിന്റെ ശരീരത്തിൽ കയറിയിരിക്കുന്ന ഫ്ലീസ് ഇവയെല്ലാം വഴി ഈ രോഗം പകരാം. ഈ രോഗാണു വളരെ റെസിസ്റ്റന്റ് ആണ്. പെട്ടെന്നൊന്നും അവയെ ഇനാക്ടിവേറ്റ് ചെയ്യാൻ കഴിയുകയില്ല. സ്യൂട്ടബിൾ ആയിട്ടുള്ള എൻവറോൺമെന്റിൽ അവ വളരെ കാലം ജീവിക്കുന്നു. ഈ രോഗത്തെ കൺട്രോൾ ചെയ്യാനായി കനൈൻ ഡിസ്റ്റംബർ വാക്സിൻ ഉണ്ട്. കൂടാതെ സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കുറയ്ക്കാനായി സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ്, ആന്റിബയോട്ടിക് ട്രീറ്റ്മെന്റ്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്നിവയും ചെയ്യാം. 9th ചാപ്റ്ററിലെ കാറ്റ്സ് എന്ന പോർഷനും ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഈ ചാപ്റ്ററിൽ പെറ്റ് എനിമൽസ് ആയ കാറ്റിനെ കുറിച്ചും ഡോഗിനെ കുറിച്ചുമാണ് നമ്മൾ പഠിച്ചത്. ഇനി വിദ്യാർത്ഥികൾക്കുള്ള ആക്ടിവിറ്റി. ശുദ്ധ കാറ്റ് ബ്രീഡ്സിന്റെ കുറച്ച് പിക്ചേഴ്സ് ഇന്റർനെറ്റിൽ നോക്കി അവയുടെ പേരുകൾ മനസ്സിലാക്കുക.